നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുധേ, നിന്റെ മൂർത്തിയേട്ടനെ വിശ്വസിക്ക്. സുധേ, സുധേ, എന്താ സുധേ നീ ഇങ്ങനെ പേടിച്ച പോലെ? സോറി, എന്റെ ഭാര്യ എന്നെ സംശയിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ദേഷ്യത്തില് അറിയാതെ സോറി. സുധേ, നിക്ക്. സുധേ, ഒക്കെ നിന്നെ തെറ്റിദ്ധാരണയാണ്. എന്റെ കാര്യം നേടിയെടുത്തിട്ട് മാറിത്തരാന്ന് കരുതിയതാ. സമ്മതിക്കില്ല. നിന്റെ നാശം നീയായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിക്കുക. അമ്മേ, എന്താ അമ്മേ? അമ്മ എന്താ ആകെ പേടിച്ചിട്ട്? അപർണേച്ചിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ അപർണേച്ചി പോയത് ചേച്ചിയുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. അതുമല്ല, പാലോട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ അപർണേച്ചിയുടെ വീട്ടുമുറ്റത്ത് പോയി കാല് പിടിച്ചല്ലേ വിളിച്ചത്. ചെറിയൊരു ജാടയിട്ടാ ചേച്ചി നിന്നത്. അമ്മ അത് വിട്ടേക്ക്. അമ്മേ, അച്ഛന് ഭക്ഷണം കൊണ്ടു കൊടുത്തോ? ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാം. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകണ്ട. എന്താ അമ്മേ, എന്തു പറ്റി? എന്താ ഏതാന്നൊക്കെ പറഞ്ഞാലേ അനുസരിക്കുള്ളൂന്നുണ്ടോ? അങ്ങോട്ട് പോവണ്ട, അത്ര തന്നെ. അത് ശരി, മുന്നത്തെ പോലെ അച്ഛനുമായിട്ട് വീണ്ടും അടക്കായല്ലേ? എന്താ അമ്മേ, പാവ അച്ഛൻ അവൻ ഒതുങ്ങി ജീവിക്കുകയല്ലേ. ആരാ അച്ഛനുമായിട്ട് ഉടക്കാൻ പോയത്? ഞാനോ? അവളുടെ ഒരു അച്ഛൻ. ഈ അച്ഛൻ മുമ്പ് എവിടെയായിരുന്നു? അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടോ? എന്റെ ചോര നീരാക്കിട്ടാ നിങ്ങളെ ഞാൻ വളർത്തിയത്. എന്നിട്ടിപ്പോ എവിടുന്നോ വന്ന് കയറിയ അച്ഛനോടാ സഹതാപവും സ്നേഹവും ഒക്കെ. ഇനി അയാളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അമ്മ വെറുതെ അങ്ങനെയൊന്നും പറയണ്ട. എന്താ കാര്യം ഞങ്ങളും കൂടെ അറിയണ്ടേ? അന്ന് അങ്ങേരെ ചുമച്ച് ചോര വന്നില്ലേ? ആ ചോരത്തുള്ളികൾ അയാൾ ഉടുത്തിരുന്ന മുണ്ടിൽ വീണിരുന്നു. ഇന്ന് ഞാനത് അലക്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് അത് ചോരയല്ല, ചായമായിരുന്നു. ചുമന്ന ചായം. ചുമന്ന ചായമോ? അതെങ്ങനെ ചോര ചായമായത്? അതെ, അതാ ഞാനും ചോദിക്കുന്നത്. അമ്മ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലാവില്ലല്ലോ. നോക്ക്, നിങ്ങളുടെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നതിന്റെ പിറകിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അമ്മ ഒന്ന് വെറുതെ ഇരുന്നേ. ഞാൻ വെറുതെ ഇരിക്കാനോ? ഇല്ലടാ, ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ആ മനുഷ്യൻ എന്നെ തല്ലിക്കൊല്ലാൻ ഇന്ന് കസേര ഓങ്ങി. അച്ഛനോ അമ്മയെ തല്ലാനോ? കസേര ഓങ്ങിനോ? അമ്മ എന്താ തമാശ പറയുവാണോ? അമ്മ എന്ന് വെച്ചാ അച്ഛന് എന്ത് സ്നേഹാന്നറിയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.